കൊടുക്കടി. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞങ്ങളുടെ മല്ലു കപ്പിളിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു കോൾഡൊക്കെ പിടിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ. ക്ഷീണമൊക്കെ നമുക്ക് മറക്കാം. ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഈ ഒരു വീക്കിൽ ഒരു 3-4 ഡേയ്സ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആയിരുന്നു. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണും. ഇന്നലെ നമ്മൾ അങ്ങനെ 1 മില്യൺ ക്ലബിലേക്ക് എത്തിരിക്കുകയാണ്. ശരിക്കും 1 മില്യൺ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ ഒരു ചെറിയൊരു ക്രിയേറ്റർ വരെ ചിന്തിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ യൂട്യൂബ് ഒന്ന് കുറച്ച് കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തതിലാണ് നമ്മളിങ്ങനെ ആയത്. അല്ലാതെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ വന്നതായിരുന്നു, പിന്നെ ഞങ്ങൾ ഗ്യാപ്പ് എടുത്തു. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് മോർ പവറിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 1 മില്യൺ ക്രോസ് ചെയ്തു. എല്ലാവർക്കും ഈച്ച് ആൻഡ് എവരി സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് അതിനോട് നന്ദി പറയാനുണ്ട്. വരും വീഡിയോകളിൽ നിങ്ങൾക്കൊക്കെ ഉള്ള കൂടുതൽ പുതിയ വീഡിയോസുകൾ, അതുപോലെ നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യണു, എന്തൊക്കെ നമ്മൾ ചെയ്യണു, എല്ലാ കാര്യങ്ങളും വീഡിയോ ആയി ചെയ്യുമെന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ വീഡിയോസ് വരാറില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ എല്ലാ അച്ചീവ്മെന്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. കാരണം വ്ളോഗ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, അതൊന്നും നമുക്ക് അത്ര വലിയ പിടുത്തുള്ളതൊന്നുമല്ല. പിന്നെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു, അവിടെ നമ്മൾ എൻജോയ്മെന്റ് മൂഡിലായിരിക്കും വീഡിയോ എടുക്കാൻ ഞങ്ങൾ വിട്ടു. ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകളായിട്ട് പറയണു, നമ്മുടേതായിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ വ്ളോഗുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മള് യൂട്യൂബിലും ഇൻസ്റ്റയിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മൾ ആൾക്കാരോട് ഒരു വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ചോദിച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. സത്യം പറയാലോ, ഒരു അവാർഡായിരുന്നു അത്. എന്തായിരുന്നു അവാർഡിന്റെ പേര്? ക്രിയേറ്റർ ഗോവർ അവാർഡ്. ബെസ്റ്റ് എന്റർടൈനർ കാറ്റഗറിയിൽ ഫൈനലിസ്റ്റ് ആയിട്ട് 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങള്, പിന്നെ ശ്രുതി രജനികാന്ത്, ദാസേട്ടൻ കോഴിക്കോട്, ഇച്ചായം കുഞ്ഞാറ്റ, അങ്ങനെ 4 പേരായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ദിവസം 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കോമ്പറ്റീഷനോ അല്ലാതെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. നമ്മളത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷെ സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും നമ്മളെ പോലെയുള്ള മറ്റുള്ള ക്രിയേറ്റേഴ്സ് വീഡിയോസ് ഇടുന്നു, സ്റ്റോറിയിലൊക്കെ വോട്ട് ചോദിക്കുന്നു. അപ്പം നമ്മളും മനസ്സിൽ വിചാരിച്ചു, വിജയിക്കുന്നതല്ല, മെയിനായിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്, അത് അവര് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് വന്നു. പക്ഷെ കുറച്ച് ടഫായിരുന്നു. കാരണം അതിൽ ഗൂഗിൾ ഫോമിൽ കയറിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും 10,000 വോട്ടിന്റെ അടുത്തേക്ക് നമുക്ക് കിട്ടി. നമ്മളതിൽ വിൻ ചെയ്തു. വെള്ളിയാഴ്ച ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് വിന്നറിനെ അനൗൺസ് ചെയ്തത്. നമുക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ ശീതളൽസയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പിറ്റത്തെ ദിവസം യൂട്യൂബിൻ്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശീതളൽസ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കാറിലാണ് വന്നത്. അവരിവിടെ വന്നു. അവരിവിടെ വന്നിട്ട് അവരുടെ ഒപ്പമാണ് നമ്മൾ പോയത്. ഹായ് എടി കൊടുക്കടി. ഞങ്ങളുടെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ വണ്ടികളാണ് ഈ XUV കൊതിപ്പിക്കാൻ വേണ്ടിട്ട്. ഹായ്. നിയർലി സത്യാവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 7:30 റെഡി ആയിട്ടിരിക്കുന്നതാണ് ഗൈസ്. അപ്പൊ ദേ ഇവര് 2 പേരും കൂടിയിട്ടാണ് മൊത്തം ഫിൽറ്ററാണ്. ഞങ്ങൾ ആമ്പിള്ളേര് മാത്രമാണ് ഒന്നും ചെയ്യാത്തവര്. ഒന്നും ചെയ്യാത്തതാ. ഇതൊക്കെ നാച്ചുറൽ വൈറ്റ് ആണ് ഗൈസ്. തോണ്ടി എടുത്തപ്പോ കിട്ടും 1.5 കിലോ. ഇവിടെ കുറച്ച് ഭിത്തി കുറച്ച് പെയിന്റ് ഉണ്ട്. തോന്നട്ടെ അങ്ങനെ ഈ റൂം നമ്മൾ മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ പരിപാടി തുടങ്ങി. എല്ലാം പോട്ടെ. എത്ര നല്ല നോക്കി, നല്ല അടുക്കും ചുറ്റുള്ള ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അതെ, ആരും തെറ്റിദ്ധരിക്കല്ലേ. അജിഷൻ ഗ്ലാമർ ഒരു വേണ്ടേ, ഗ്ലാമർ ലേശം കുറക്കിട്ട് അത് മതി. എന്നാ ഗ്ലാമറാ കിടന്നുണ്ടോ? എന്നാ ഗ്ലാമർ അപ്പ അഴകാ ഇருக்கு.
പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ലിപ്സ്റ്റിക്കിന്റെ ഒരു തൈര് എടുത്തിട്ട് ഇങ്ങനെ വരട്ടെ. പിന്നെ കുറച്ചൊരു കേക്കണ്ട ചേച്ചി വാക്ക് പറയാ ചേച്ചി കേക്കണ്ട. അതെ ഈ തെള്ളൊന്നും എനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യുവാണ്. ഒരു പേടി പേടിക്കേണ്ട, സോ നമുക്ക് തുടങ്ങാം. എങ്കിലൊരു നല്ല കാര്യം കണ്ട് ഞാൻ വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കും. നിങ്ങളൊന്ന് വാമപ്പ് ചെയ്യാനുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം. താരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ എല്ലാം നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യാണ്. വി ഓൾ ടുഗദർ വി ഫൈറ്റ് ഫോർ ദം. സോ അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നമ്മൾ ഇന്നൊരു അവാർഡ്. വിച്ച് മീൻസ് ഇന്ന് ഇവിടെ അവാർഡുകൾ കൊടുക്കുന്നത് ലഭിക്കുന്നതും ക്രിയേറ്റേഴ്സിനാണ്, കൊടുക്കുന്നതും ക്രിയേറ്റേഴ്സ് തന്നെയാണ്. വിച്ച് മീൻസ് നിങ്ങൾക്ക് അവാർഡ് സമ്മാനിക്കാനായിട്ട് നമ്മൾ വേറെ വലിയ സെലിബ്രിറ്റീസിനെയോ ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മുടെ ക്രിയേറ്റേഴ്സും we have the nominees Mallu couple and Dasan and Kozhikode, Shruti, Rajnikant and Kunyata Ichayan. So ഇതിലെ നമ്മുടെ winner ആരാണെന്നുള്ളത് അറിയാനുള്ള ഒരു മൊമെന്റ് കൂടിയാണ്. So are you guys excited? Excited ആണോ എല്ലാവരും? Yes, ആ ഒരു സൈഡിൽ നിന്ന് മാത്രമേ നമുക്ക് എനർജി വരുന്നുള്ളൂ. Everyone together, let's have a big round of applause. And here comes the first winner, Mega Creator Best Entertainer. So we have the clear winner. We have the best entertainer, Mallu couple. So nallor videoyude rendu പേരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Let's have a big round of applause and let's welcome. അങ്ങനെ നമുക്ക് കിട്ടി. നമ്മളതിനെ ഫസ്റ്റ് തന്നെ അനൗൺസ് ചെയ്തു ഞങ്ങൾ വിന്നറാണെന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷം. കാരണം ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും സപ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയ ഒരു അവാർഡാണ്. അങ്ങനെ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ആ മൊമെന്റ്. വേറൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു അല്ലേ, ഒരു 10-50 പേരുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഇവന്റ് അവർ നടത്തിയത് ഗൂഗിൾ ഓഫീസ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് ഗൂഗിൾ ഓഫീസിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ട് ചെന്നവരുടെയൊക്കെ വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഗൂഗിൾ ഓഫീസ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ കോഴിക്കോടത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഷോണി ഫ്ലൈറ്റിലും ഞാൻ ബസ്സിലുമായിട്ടാണ് അവാർഡിന് പോയത്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു അത്. കാരണം നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ എത്തുമെന്ന് വിചാരിച്ചു. ട്രാഫിക് നമ്മളെ വില്ലനായി. അവിടെ ഒരു 1 hour ലേറ്റ് ആയി നമ്മൾ എത്താൻ. 1 hour പോരാ അല്ലേ? എത്ര ലേറ്റ് ആയി ഒന്നും അറിയില്ല ഗൈസ്. ആകെ 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ 8 മണിക്ക് എത്തണം. നമ്മൾ 8:10 എത്തി. 8:10 എത്തിയപ്പോൾ അവർ പറഞ്ഞു 10 മിനിറ്റ് ലേറ്റായി. ഇൻഡിഗോ ആയിരുന്നു. അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിഗോയിലത്തെ ഒരു ആര്യ എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരു സ്റ്റാഫ് കേട്ടോ. ശരിക്കും ഓക്കെ, നമ്മൾ ഓക്കെയാണ്, നമ്മൾ 2 പേരുള്ളൂ. പക്ഷെ ഒരു കൊച്ചായിട്ട് ഒരാൾ വന്നിട്ട് 10 മിനിറ്റ് ലേറ്റായി. ലേറ്റ് ആയതിൻ്റെ കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് കടവ് റിസോർട്ടിൻ്റെ ഭാഗത്ത് നല്ല കുറേ നേരമായിട്ട് നമുക്ക് മ്യൂസിക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഓക്കെ. കടവ് റിസോർട്ടിന്റെ അവിടെ ഒരു പാലുണ്ട്. ആ പാലത്തിന്റെ അവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒരു 45 മിനിറ്റോളം നമ്മൾ ആ ട്രാഫിക്കിൽ കുടുങ്ങി. ഒരു ഇക്കാണ് കേട്ടോ നമ്മളതിനെ ഡ്രൈവ് ചെയ്തിട്ട് നമ്മളതിനെ അവിടെ ആക്കി തന്നത്. അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഹോണൊക്കെ അടിച്ച് നമ്മളതിനെ അവിടെ എത്തിച്ചപ്പോൾ 10 മിനിറ്റ് വഴി. ഇതേപോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കൊച്ചുമായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിനെ വരെ ഈ ഒരു സ്റ്റാഫ് വിചാരിച്ച കയറ്റി വിടാവുന്നതാണല്ലോ. കാരണം നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇതുപോലെ ഒരിക്കൽ ക്രിയേറ്റർ അവാർഡിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് നമ്മളതിനൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. 15 മിനിറ്റൊക്കെ ലേറ്റ് ആകുമ്പോൾ അവർ വിചാരിച്ച കയറ്റാം. കാരണം 45 മിനിറ്റ് ഇനിയുണ്ട് ഫ്ലൈറ്റ് എടുക്കാൻ. പിന്നെ കോഴിക്കോടാകുമ്പോൾ അധികം അത്ര വലിയ ഏരിയകളൊന്നുമില്ല പോയി ഓടിപ്പോവാനൊന്നും. പക്ഷെ ഡൽഹിയിൽ ഓടാനുണ്ടായിട്ട് പോലും നമ്മളതിനെ അങ്ങനെ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു ബാഗേജ് ഉണ്ടെങ്കിൽ അവിടെ ഫ്ലൈറ്റിൽ കയറുന്ന ടൈമിൽ ആ ബാഗേജ് നമുക്ക് സൈഡിലുള്ള അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് വലിയ ബാഗേജ് ആണെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ കയറ്റാറുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ. പക്ഷെ ഈ ആര്യ എന്ന് പറയണ അവിടെയുള്ള ആൾക്കാർ വിളിക്കുന്നത് അതിനെന്തോ വേറെന്തോ പേരാ, ഞാൻ പറഞ്ഞുതരാം. അത് അവിടുത്തെ സ്റ്റാഫ് നമ്മളതിനൊക്കെ അറിയണവർ നമ്മളോട് ഷെയർ ചെയ്തത്. അവരുടെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് മീൻസ് അവരിങ്ങനെ ഫോൺ എടുത്തിട്ട് പറയാണ് ഇനി ലഗേജ് ഉള്ള ഒരാളിനും കയറ്റില്ല. ഞാൻ പറഞ്ഞ എന്നിട്ട് നമ്മളോട് പറയാണ് കണ്ടില്ലേ അവിടുന്ന് എനിക്ക് വിളി വന്നതാണ് ലഗേജ് ഉള്ളവരെ കയറ്റാൻ പാടില്ല എന്ന്. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു ഷോണീനെ ഹാൻഡ് ബാഗ് അല്ലേ ഉള്ളൂ, ഷോണി പൊക്കോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇവരുടെ കാര്യം ഒന്നും നോക്കാം. അപ്പോൾ ആ ചേട്ടൻ കൊച്ചും അതിൻ്റെ വൈഫും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ബാംഗ്ലൂർക്ക് പോകാനുള്ളത്.
അവർ ബെഗ് ചെയ്തു അത്ര ഇതിൽ അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും. അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൽ വാക്കാണ് അത്ര. അപ്പം മറ്റുള്ളവർ പറയണത് ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ ഇവർ പറഞ്ഞ കാരണം പറ്റില്ല. അങ്ങനെ ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞ് ഷോണി ഫ്ലൈറ്റിൽ പോയി. आपातकालीन स्थिति में अगर विमान को पानी खर्च करना पड़े तो सीट के नीचे रखी रक्षा जैकेट को पाउच से निकालें और इस तरह सर के ऊपर स्ट्रैप को सामने से पकड़ने डालें और एडजस्ट करें। रक्षा जैकेट को फुलाने के लिए कैप को ऐसे खींचें और अधिक फुलाने के लिए इन लाल नलियों या नली से हवा भरें। ध्यान रखें कि विमान में 8 आपातकालीन द्वार हैं, 2 सामने 2 पीछे और 4 में। അവിടെ നമ്മുടെ ഷാരയുണ്ട്, ഷോണിയുടെ മേമയുടെ മോള്, അവരുടെ ഹസ്ബൻഡും അവിടെ മോനും കൂടിയിട്ട് അവർ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോണി അവിടെ ചെന്നു. എൻ്റെ ഭഗവാനെ, സന്തോഷവും ഇച്ചിരി സങ്കടവും നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. അതായത് കണ്ടപ്പോൾ ഫുൾ മേക്കപ്പിലാണ് ഞാനുള്ളത്. ഞാൻ കോസ്റ്റ്യൂം ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്ന് ഞാൻ ചേഞ്ച് ചെയ്തു. ഇച്ചിരി ഹെവി ആയിട്ടുള്ള സംഭവം ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ തുടങ്ങാൻ ഇച്ചിരി ലേറ്റായി. അതുമാത്രമല്ല, അവിടുന്ന് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലേക്ക് ഭയങ്കര ട്രാഫിക്, അതിൽ നമ്മൾ പെട്ടുപോയി. ഞാൻ വീണ്ടും കോഴിക്കോട് നിന്ന്, ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്താണല്ലോ കരിപ്പൂർ, അപ്പോൾ അവിടുന്ന് വീണ്ടും കോഴിക്കോട് MMLE റോഡിൽ വന്ന് ബസ് കയറി ഫ്ലൈറ്റിൽ പോകേണ്ട ഞാൻ ഇപ്പോൾ കർണാടക അതിർത്തിയിലാണ്. എന്നാണ് അവസ്ഥ. ഷോടി ബാംഗ്ലൂരെത്തി നല്ല ഉറക്കമായിരിക്കും. ഞാൻ കാലത്ത് 6 മണിക്കാണ് എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും യൂട്യൂബിൻ്റെ ഗൂഗിൾ ഇവൻ്റ് നമ്മൾ വർക്കില്ല. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അല്ല, പരിപാടിയാണ്. തുടക്കം തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കി കാണാം. പുലർച്ചെ ഒരു 6 മണിയാകുമ്പോൾ ഞാനും അവിടെ എത്തി. കുറച്ച് കഷ്ടപ്പെടാതെ അവിടെ എത്താൻ പറ്റില്ല, അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. കാരണം ഗൂഗിളിൻ്റെ ഓഫീസിൽ നമ്മളതിനെ ഇൻവൈറ്റ് ചെയ്ത് നമ്മളവിടെ എത്തുക എന്ന് പറയുമ്പോൾ ആസ് എ ക്രിയേറ്റർ അത് വലിയൊരു സംഭവമാണ്. ഷോയിനെ കാണാല. നീ ഇവിടെയായിരുന്നു എത്തിയോ ഗൈസ്? അതായത് നമ്മളിത് എവിടെ എത്തി? ശരിടി പറ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. എന്തുകൊണ്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു നീ? ഭയങ്കര നിന്റെ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ. ഞാൻ പേടിച്ചു നിന്നെ കണ്ടിട്ട്. അപ്പൊ എല്ലാവരും നോക്ക് എന്റെ അടുത്ത് ചെക്ക് ചെയ്യണ മേഡം ചോദിച്ചു ഷാദിക്കലിയെ ഞാൻ അല്ല കല്യാണത്തിന് പോകണോ? അല്ല, ഞാനിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരികയായിരുന്നു. എന്നെ അടിപൊളി നോക്കുക. അവിടെ എത്തി ഉടനെ ഡ്രസ്സ് മാറിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? നിനക്ക് എന്തോ സുഖം. ഞാനും ബസ്സിൽ പേടിച്ച് ഈ സിനിമയിലും ടിവിയിലും. അത്രേ ഉള്ളൂ. ഞങ്ങള് ബസ്സിൽ ഹനുമാൻ ഗീറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ അതാണ് ഷോണിയുടെ മേമയുടെ മോളും ഹസ്ബൻഡും താമസിക്കുന്ന വീട്. അപ്പോൾ അവിടെ നമ്മളെത്തി ലാസ്റ്റ്. നമ്മളൊരു 10 മണിയാകുമ്പോൾ ഗൂഗിൾ ഓഫീസിലേക്ക് എത്തി. അടിപൊളി ഇവൻ്റ് ആയിരുന്നു കേട്ടോ, മൊത്തത്തിൽ നൈസ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണാം, ഇതിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൻ്റെ ഓഫീസിൽ നമ്മൾ എത്തുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അപ്പോൾ നമ്മളിത് ഗൂഗിളിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ. എൻട്രി കഴിഞ്ഞു, സെക്യൂരിറ്റി പാസ് കിട്ടി. ഇനി പോയി നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഷോണി ചോപ്പ് ഔട്ട്ഫിറ്റ്. ഇത് എവിടുന്ന ഷോണി? ഇത് നമ്മുടെ റെമീസ് എന്നാണ് ഞാൻ എടുത്തത്, തൃശ്ശൂരുള്ള. അവിടെ ഡിസൈൻ ചെയ്ത് നേരിട്ട് കാണാൻ ഒരു റിച്ച് ആർഭാടല്ലാത്തൊരു എലഗന്റ് ലുക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ, കമോൺ. അപ്പോൾ നമ്മൾ എൻട്രി ആവുകയാണ്. ദിസ് ഈസ് ദ എൻട്രി. അങ്ങനെ അതൊരു പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ടവറി കളർഫുൾ അല്ലേ? ഇവിടെ ചാരി നിന്ന് എന്നെ കാണില്ല. നെറ്റ് ലാസ്റ്റ് കുറേ ബുദ്ധിമുട്ടി, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ അവസാനം ഗൂഗിൾ ഓഫീസിലെത്തിരിക്കുകയാണ്, ബാംഗ്ലൂർ. സോ
നമുക്ക് യൂട്യൂബ് ചെയ്യുന്ന ഓരോരുത്തരുടെയും ശരിക്കുള്ള സ്വപ്നമായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും. കുറെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ കണ്ട. ഓക്കെ, ഇതാണ് ബൈസ് ന്യൂ സ്പിൻ ഫണ്ട്. ഇതിവിടെ എന്താ നടക്കുന്നത്? ഇതാരൊക്കെയോ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യണതാണ്. മുഖത്തുനിന്ന് മാറ്റിയാൽ കാണായിരുന്നു. ഹായ്. ആ ഹായ്, വീണ്ടും ഹായ്. ആ ഹായ്. അയ്യോ ആ പറഞ്ഞു, സാൻഡ്വിച്ച് ആണല്ലേ? ഇതെവിടെ നിന്ന് കിട്ടി? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. വെജാണോ ചിക്കനാണോ? ആണോ? എന്നാ വാ, ചിക്കൻ കഴിക്കും. കമോൺ. അതെന്താടി അങ്ങനത്തെ ഒരു, അതെന്താ അങ്ങനെ ഒരു ടോക്ക്? നമ്മള് സത്യം ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഇനിയിപ്പോൾ ഇവരൊക്കെ ചോദിക്കുമ്പോഴാണ് പാടുപെടുക. ഒന്നറിയാത്ത പോലെ ചിരിച്ചാൽ മതി. അതിപ്പോ സോറി മതി. വയസ്സല്ലേ? കേപ്പിട് There, the fourth person. Okay, great. We have 4 of you. Can we use our photographer? I'd love to take a picture. Please, everybody, congratulate them. They were fastest fingers first. As per usual, some people didn't understand the rules. Yes, because you came, you finished diagonal, horizontal, vertical, and then were like, I've done all 3. It was about who did it. ഓക്കെ, സെറ്റ്. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ കുട്ടികൾക്ക് തിരിയാനുള്ള മേശയൊക്കെ ഇവിടെ ഉണ്ട്, അല്ല കസേരകളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, Are you ready for his performance? യെസ്. Can you keep the round of applause going, please? Please welcome on stage Vasuki Vaibhav and along with him Kalyan Manjunath. Please give it up to them. Woo! അപ്പോൾ അങ്ങനെ ഇവന്റ് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി ഗൈസ്. കിട്ടു ഗൈസ്. ഷോണി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് അടിച്ചു മാറ്റിയതാണ് ഗൈസ്. ഇവൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് അറിയില്ല. അപ്പോൾ താങ്ക് യു യൂട്യൂബ്, സച്ച് എ ഗ്രേറ്റ് ഇവന്റ്. മലയാളത്തിൽ പറഞ്ഞു അടിപൊളി. സന്തോഷം, ഇത്രയും നല്ല അടിപൊളി ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തല്ലേ. സോ ഗിഫ്റ്റ് ഹാമറൊക്കെ കിട്ടി, എനിക്കും ചേട്ടനും കിട്ടി. താങ്ക് യു. വിന്നറാണ്.
ഞങ്ങൾ കുറേ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ടു. ഹായ്, യുവർ നെയിം ഇൻ ദ ചാനൽ നെയിം? Hi, my name is Divya Vijay Varghya and my channel name is Divya VJ Varghya and I am a beauty skincare influencer. Meet her. Hi, I'm Monica. My channel name is Beauty Reviews with Monica and I make beauty review videos. ഓക്കെ, Nice സോ meeting you. താങ്ക് യു. ഷോണി വീട്ടിൽ ചെന്നോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണത് കളിച്ച് ചിരിച്ചിരിക്കുന്നു. ഓക്കെ, സോ പുറത്തേക്ക് ഇറങ്ങാം. നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ ശരിക്കും. അവിടെ എന്തൊക്കെയോ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഗൂഗിളിൻ്റെ ഓഫീസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാംഗ്ലൂര് ഓൾഡ് മദ്രാസ് റോഡിലാണ്. പിന്നെ ഇവിടെ ഓഫീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ ഒരു 4 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഫുള്ള് നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ വർക്ക് ചെയ്യണ ആൾക്കാരനെ സമ്മതിക്കണം. കാരണം അത്രയും സുഖമായിട്ടായിരിക്കില്ല അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക, വലിയ ടെൻഷനൊന്നും ഇല്ലാതെ. അങ്ങനത്തെ ഒരു ഓഫീസ് വേണം ഷോണി. ഒക്കെ സെറ്റാവും. അപ്പൊ ദേ ഇതാണ് നമുക്ക് ഗൂഗിളിന്റെ ഇവന്റിന് അവിടെ പോയപ്പോ യൂട്യൂബുകാർ തന്ന ഗിഫ്റ്റ്. ഒരു അണ്ണാൻ ഞങ്ങളുടെ ഫാനാന്നുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോ വന്നിട്ടുള്ളതാ. നിർത്തടാ, പോയി പണിയൊക്കെ പണി നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? വീഡിയോയിൽ കേൾക്കാന്ന് വിചാരിക്കണം. എടാ ഒന്ന് നിർത്തടാ അണ്ണാനെ പ്ലീസ്. ഓക്കെ, നിർത്തില്ല ഗൈസ്. എന്താണെന്ന് നോക്കാട്ടോ. അൺബോക്സിങ് യൂട്യൂബ് എന്താ അതിന്റെ പേര്? ഓക്കെ ബ്രോ, ഡോളർ, അതുപോലെ എന്താ ഹെയർ കംസ് ദ ഫൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ലിമിറ്റഡ് എഡിഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ഫണ്ണാണ് ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നോക്കാട്ടോ. നോക്കാം. വാവ്, ഫസ്റ്റ് ഒരു ലെറ്റർ ആണ്. കൺഗ്രാജുലേഷൻ, യുവർ എനർജി, enthusiasm and participation had truly made you stand out, and we couldn't be happier to celebrate your success with this small token of gratitude. Thank you for being an amazing part of YouTube India creator community. Keep creating. Warm regards, community partner managers, YouTube. Thank you. Okay, next. നല്ലൊരു ക്യാരി ബാഗ്. ഷോണിക്ക് മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിന്റെ ഒരു ബാഗ്. നല്ല ഭംഗിയുണ്ടല്ലേ? എന്ത് ഇട്ടിട്ട് കൊണ്ടുപോയാലും കാണാം. പിന്നെ ഒരു മൈക്കാണ്. പിന്നെയാണ് ഇത്രയേ ഉള്ളൂ ഇത്. അപ്പൊ ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. യൂട്യൂബിന്റെ മറ്റൊരു ബട്ടൺ. ശരിക്കും പറഞ്ഞാൽ 1 മില്യണിൽ ഇപ്പൊ അവര് ചെറിയ അവാർഡാണ് തരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതും കൂടി വെച്ചിട്ട് വലിയ അവാർഡ് കിട്ടിയ പോലെയാക്കാം. അങ്ങനെയുണ്ട് സംഭവം. കൊള്ളാം അല്ലേ? ഇത് ലൈറ്റ് ഇട്ടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ലൈറ്റ് ഓണാക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് കേട്ടോ, നല്ല രസമുണ്ടല്ലേ? ശരിക്കും അടിപൊളി. അപ്പോൾ ഗൈസ്, പുതിയ വീഡിയോസും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.